ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൊറ്റുമ്പ് ഭാഗത്ത് നിന്ന് നേരെ അടൂറിലൊക്കെ പോകുന്ന വഴിയിലാണ് ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു പള്ളി കാണാൻ പറ്റുന്ന ഒരു മുസ്ലിം പള്ളി. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇടപ്പറമ്പ്. ഫൈനലി ഗൈസ്, ഞാനിപ്പോൾ അടൂർ എത്തിയിട്ടുണ്ട്. അടൂർ വില്ലേജിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിലെ കുറച്ച് പിന്നെ നമുക്ക് സുള്ളിയം ഭാഗത്തേക്കെല്ലാം പോകുന്നുണ്ട്. കുറച്ച് അടുത്തായിട്ടുള്ളൊരു വഴിയുണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരും ഈ വീഡിയോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഇങ്ങനെ ഭയങ്കര ചൂടല്ലേ, എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളീനെ അറിയില്ല, അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബും കൂടിയാണ്. അപ്പോൾ അയാളൊന്ന് ഇങ്ങോട്ട് കയറി പരിചയപ്പെട്ട് ഇതാക്കിയിട്ടെല്ലാം ആയിട്ട് ഒരു സെൽഫി എല്ലാം എടുത്ത് പിന്നെ അപ്പോൾ ഞാൻ ഷോപ്പും കൂടി ഒന്ന് കാണിച്ചു അല്ല. പിന്നെ സുഖം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ എങ്ങനെ പോകുന്നുണ്ട്? അപ്പോൾ നിങ്ങളെ ഫുഡ് നെയിം? മജീദ്. വീഡിയോസ് എല്ലാം കാണാറുണ്ടാവല്ലോ. പിന്നെ എന്തെല്ലാം ഐറ്റംസിൽ കുറേ മെയിൻ എന്താ സ്റ്റേഷനറി ഐറ്റംസ്, ഒരുപാട് സാധനങ്ങളും ഫിദ സ്റ്റോർ അടൂർ. അപ്പോൾ നിങ്ങൾ പിന്നെന്താ പിള്ളേരെ മറ്റേ ബുക്ക് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടല്ലേ. എന്ത് വേണം പിന്നെ അത്യാവശ്യം ഇപ്പോൾ ചൂട്ടിൻ്റെ സമയമില്ല, കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഹോട്ടായിട്ടുണ്ട് എന്തുകൊണ്ടാന്നാ ആയിട്ടില്ലല്ലോ ചായ കാര്യങ്ങളൊക്കെ ഫുൾ ഐറ്റംസ് അല്ലേ. ഒരുപാട് പാനുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അപ്പോൾ ഇയാളോടൊന്ന് സംസാരിച്ചിട്ട് ഇത് അയാളെ ഷോപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ അടുത്ത മറ്റേ വലിയൊരു വീഡിയോ അടുത്തത് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ശരി, അപ്പോൾ ഞാൻ വരുന്നേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ പോയിട്ട് ഇത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ അടൂർ ഡയറക്റ്റ് കാസർഗോഡ് പിന്നെ 50 കാസ്. ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കിത് ഇവിടെ ഈ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിത് ഇതിലെ കൂടിയിട്ട് പോയെങ്കിലല്ല നേരെ സുള്ളിയത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ മെഷർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അമീർ എടാ ഇവിടെ ഇപ്പം ഇവിടെ തന്നെ ഇല്ല. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. എന്ത് പേരെന്ത്? ഹരീഷ് കുമാർ. കുറേ വർഷമായി ഇവിടെ? 4 വർഷം. കുറച്ച് ഉറക്കപ്പെടും. 4 വർഷം. എങ്ങനെ ബിസിനസ് എല്ലാം എങ്ങനെ പോകുന്നുണ്ട്? ചുള്ളിയം ഭാഗത്തേക്ക് നമുക്ക് ബസ് 1 മണിക്ക് ബസ് ഉണ്ട്. 1 മണിക്ക് അല്ലേ, 1:20. അപ്പോൾ അത് എന്താ ബസ്സിൻ്റെ പേര് പറഞ്ഞു? 1 മണിക്ക് ഇത് അറിയില്ല. പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന പറഞ്ഞൊരു ബസ് ഇപ്പോൾ ഏകദേശം 1:20 ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടെ സുള്ളിയത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത് ഷോർട്ട് വഴിയും കൂടെ ആണ് അല്ലേ. ഇത് ഏകദേശം എത്ര പൈസ ഉണ്ടാവും ബസ് ചാർജ് അറിയോ? 30 ഉറുപ്പിക ഉണ്ടായിരിക്കും. പിന്നെ ഞാനതിൽ ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് നമുക്കൊരു ട്രാവലെല്ലാം ചെയ്യണം. അപ്പോൾ ഞമ്മോട്ട് സമയങ്ങളുണ്ട്, നമുക്ക് നേരെ ആ ഭാഗത്തോട്ടേക്ക് പോകും. അപ്പോൾ തന്നെ ഞാൻ പോട്ടാ പോകാം. മൈ ട്രാവൽ ക്യാമ്പിംഗ് ഇതിപ്പോൾ ഞാൻ നാളെ ഓക്കെ ശരിയൊക്കെ. അപ്പോൾ ഞാൻ ഏതായാലും കേരള ഗ്രാമീണ ബാങ്ക് അടൂർ. ഹയർ സെക്കൻഡറി സ്കൂൾ ഇതാണ് മുകളിൽ കാണുന്നത്. നല്ലൊരു തണൽ മരം ഉണ്ട് ഇവിടെ. ഇതാ ഈ മരം കണ്ടില്ല, എല്ലാ പൂവെല്ലാം കായ്ച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം കുറേ ഇവിടെ നല്ലൊരു തണലുണ്ടതിനെ കൊണ്ട് വണ്ടിയെല്ലാം വെച്ചിട്ട് പിന്നെ പിള്ളമാരിൽ കുറേ ഇരുന്നിട്ടുണ്ടെന്ന് ഇടയിൽ ഈ സ്ഥലത്ത്. ഇവിടെല്ലാം ഇങ്ങനെ കയറിയിട്ടിരിക്കുകയും ഇതെല്ലാം കയറിയിട്ട് ഇരുന്നിട്ട് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ആരും നന്ന് നമുക്കറിയില്ല. അപ്പോൾ അയാളെ തന്നെ കൈ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അവിടെ കൂടി പോയിട്ട് വരാം. കിച്ചൻ്റെ ഷോപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. കിച്ചന് സംബന്ധമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാകുന്ന തോന്നുന്നു അല്ലേ? എല്ലാ ഐറ്റംസും ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ കിച്ചൺ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഹോം അപ്ലയൻസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ കണ്ടില്ലല്ലോ. പിന്നെ ചപ്പൽസ് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ഈ ഷോപ്പിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല വിസിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ അടുത്തുണ്ടാവും അല്ല അല്ല ഐറ്റംസ് എല്ലാ സാധനവും ലോ മാർജിനാണ്. അപ്പോൾ വലിയൊരു പിന്നെ ലോ മാർജിൻ എന്ന് പറഞ്ഞാൽ ഓഫർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലേ? എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ലോ മാർജിൻ ആണ്. 1000 പർച്ചേസ് ഫുഡ് വെയറിന് 155 MRP ഫുഡ് വെയർ ഫ്രീ ആണ്. ഫ്രീ ആയിട്ടുണ്ട്. 1000 പർച്ചേസ് ചെയ്യുമ്പോഴേക്ക് 155 ഹവായി ഫ്രീ ഉണ്ട്. പിന്നെ ഷൂസ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ? ഹോട്ടല് പുതിയ വീട്ടിലേക്കുള്ള കൊട്ടേഷൻ എടുക്കുന്നുണ്ട്. പുതിയ വർക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും സന്ദർശിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് വേണ്ട നിങ്ങൾക്കൊന്ന് പർച്ചേസ് ചെയ്തിട്ട് എടുക്കും. എത്തി നമുക്ക് നേരെ ഇതിലെ കൂടിയിട്ട് ഇങ്ങോട്ട് ഇതിലെ കൂടിയിട്ട് കയറിയാൽ മതിയായിട്ട് നമുക്ക് നേരെ നടക്കുക. കിച്ചൻ്റെ അപ്പോൾ ഗെയ്സ് ഫൈനലി നമ്മൾ ഇപ്പോൾ ഈ അടൂർ ബസ് സ്റ്റാൻഡ് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഏതെല്ലാം ബസ്സെല്ലാം നിന്നിട്ടുണ്ടെന്നല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാം. ഏതെല്ലാം ഭാഗത്തോട്ട് പോകുന്ന ബസ്സുണ്ടെന്നുള്ള കാര്യമല്ല. കാസർഗോഡായിരിക്കണം. കാസർഗോഡ് പോകുന്നു. കാസർഗോഡ് മതിയാ? കാസർഗോഡ് അതെയോ? ഇപ്പോൾ എത്ര ഉണ്ട് കാസർഗോഡേക്ക് ചാർജ്? 50 രൂപ. 50. പിന്നെ റിട്ടേൺ എത്ര മണിക്ക്? ഞങ്ങൾ നടന്ന് 3:15. ഈ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് ഈ അടൂർ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. നല്ല ചെറിയ വില്ലേജും കൂടി ആണല്ലോ ഇത്. വേലമ്പാടി ഓട്ടോ കുറവല്ല. നിങ്ങൾ പുതിയ റൂൾസ് എല്ലാം വന്നിട്ടല്ലോ. എന്ത് അത് മീറ്റർ ഇടുന്നു അങ്ങനത്തെ അല്ലോ അല്ലേ? മുമ്പേ ഉണ്ടല്ലേ? വീടന്നെ ഉടനെയാ ഉണ്ടോ? നിങ്ങൾ ഉണ്ടോ? ഓട്ടോ ഉണ്ടോ? അപ്പോൾ ഇതിപ്പോൾ ചെലവിന് മാത്രം ഒപ്പിക്കാം. നടത്തിക്കല്ലേ? എന്ത് ഏട്ടൻ്റെ പേരെന്ത്? ജയേന്ദ്രൻ. ഇവിടെ എടുത്തിട്ടാ? ശരി, ഞാൻ പോയിക്കോട്ടെ. ഈ പിന്നെ അടൂർ വില്ലേജിനെ കുറിച്ചിട്ടുള്ള ചില കാഴ്ചകളാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഇത് വൈറ്റിംഗ് ഷെഡായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇതെന്ത് വേലമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ 2012. നമുക്കിവിടെ പിന്നെ പേ ചെയ്യേണ്ടി വരും. നമുക്ക് ബാത്റൂമെല്ലാം പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടോയ്ലറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നല്ലൊരു വൈറ്റിംഗ് ഷെഡ് അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് വേലമ്പാടി പഞ്ചായത്തിൻ്റെ. ആ സൈഡിൽ ചെറിയൊരു ലോട്ടറി കട. എന്താ പേരെന്ത് പറഞ്ഞു? എൻ്റെ പേര് സിനാൻ. അതെയാ? എത്രയിലാണ് പഠിക്കുന്നത്? 8ലാ. ഇപ്പം എന്താ എക്സാം അല്ലേ? എങ്ങനെ വന്നു സ്റ്റഡി?
വെയിൽ ഭയങ്കര വെയിലിൻ്റെ ചൂടല്ലേ. ഭയങ്കര ചൂട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഈ ഭാഗത്തെല്ലാം ഒന്ന് പോയിട്ട് ഒരു ചെറിയൊരു എക്സ്പ്ലോർ ആക്കാനായിട്ട് വന്നത്. വന്നിട്ടാണ് നിങ്ങൾ ഈ ഷോപ്പിൽ ഞാൻ കണ്ടപ്പോൾ ഒരുപാട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പണ്ടത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയാലോ? നിങ്ങൾ ഫ്രീ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ എന്ത് നമ്മൾ തുടങ്ങുന്നത്? ഇപ്പോൾ ഇതെന്ത് ഓരോന്ന് പറഞ്ഞേ. ഇത് കോഴിക്കുരിയെ കൂട്ടുന്ന ശരി കുരിയെ. അപ്പോൾ ഇതാ ഈ കാണും ഞാൻ നമ്മൾ ഈ കോഴിയെല്ലാം പൊത്തിക്കൊണ്ട് പണ്ടെല്ലാം കോഴിയെല്ലാം പൊത്തുന്നില്ല, കോഴിൻ്റെ കുരി എന്ന് പറയും. എത്ര ഉണ്ട് ബസ്? 450 ഉള്ള ശരി. വില കൂടി. ആ ശരി. ഇത് ഞാൻ അമ്പലത്തിലേക്ക് മറ്റേ ഇങ്ങനെ പൂവെല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്നില്ലേ, അതിനുള്ള എത്ര ഇനി? ഇതിന് 300 രൂപ ഉണ്ട്. 300. അല്ല ഇത് 200 രൂപയാണ്. 300 രൂപ ഇത് വലുതിന് 300. 200 അല്ലേ? അത് ശരി. പിന്നെ സൂപ്പ് ഉണ്ട്. ഇത് മറ്റേ വീട് കെട്ടുന്നുണ്ട് അല്ലേ? എന്തിനു പറയല്? സൂപ്പ്. എത്ര ഇനി? ഇതിന് 150 രൂപ. 150. ഫൈനൽ കൊടുക്കുന്നേ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടായില്ല? അതിൽ കുറയും. ചെറിയ ചെറിയ മട്ടത്തിൽ കുറയും. ഞാൻ ചെറിയ മാർജിൻ ഉണ്ടാവില്ല. പിന്നെ ശരി. പിന്നെ അതേപോലെ സാധനം കിട്ടുവെക്കാനുള്ള സാധനം ഇട്ടേക്കുന്നല്ലേ? നോക്കട്ടെ ജസ്റ്റ് ഇൻസൈഡ് ഷോ. നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഏകദേശം ഒരു 5 കിലോൻ്റെ സാധനം എല്ലാം ഇതാ മാച്ച്. വാവ്, ബ്യൂട്ടിഫുൾ. എങ്ങനെ ഉണ്ടാക്കിയ? സൂപ്പർ, ഫണ്ടാസ്റ്റിക്. ഇത് മാച്ചി അല്ലേ? ജാഡു കിത്തനേക്കാ? എത്ര പൈസ? എത്രയും 50. 50 റുപ്പീസ് ഓൺലി. ഇതെന്ത്? ഹോട്ടലൊക്കെ പൊറോട്ടൊക്കെ സാധനമൊക്കെ ഇടുന്ന വെത്തതിൻ്റെ ഹോട്ടലിൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഐറ്റംസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ഇത് ഐഷോ ഫസ്റ്റ് എങ്ങനെയുണ്ട്? എത്ര? ഹൗ മച്ച് ഇസ് ഇറ്റ് ഫോർ? എത്ര ഇനി? 100 റുപ്പീസ് ഓൺലി ബ്രോ. വാട്ട് എ ബ്യൂട്ടി. പിന്നെ വേറെ ഒന്നുണ്ട്, ഇത് കുറേ വർഷം പഴക്കമുള്ളൊരു ഷോപ്പാണ് അല്ലേ? പണ്ടത്തെ അല്ലേ? ഇത് ഇയാളെ പിന്നെ ഇവിടെ എല്ലാം പിന്നെ ഫാനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ച ഒരു സ്റ്റൈലും കാര്യങ്ങളെല്ലാം നോക്കിയാൽ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ഇത് തലക്കേക്കണം മുട്ടപ്പാളം അല്ലേ? ഈ പാള കൊണ്ടാണ് ഇത് പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ തടുപ്പ മുറ. എത്ര ഇനി? ഇത് 400 രൂപ. 400. ഡിസ്കൗണ്ട് ആയിട്ടുണ്ടത്? ചെറിയ എന്തെങ്കിലും കുറക്കും നല്ലോണം ഇതാക്കി അല്ലേ? പിന്നെ ചട്ടക്കൈല് ചട്ടക്കൈലിന് എത്ര? 45 രൂപ. അപ്പോൾ ഇത് നമ്മൾ മോരെല്ലാം ഉണ്ടാക്കുന്നില്ലേ മറ്റേ ഇങ്ങനെ കലക്കിയിട്ട് മന്ത് എന്ന് പറയുന്ന ആ സാധനം. എത്ര ഇനി? 150. 150 രൂപ. ഇത് കൂടിയ. ഇത് നമുക്ക് എന്ത് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒന്നിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ ഇത് ചപ്പാത്തി കോൽ. ചപ്പാത്തി കോലിന് എത്ര ഇനി? 100. ഇത് ചട്ടുവിന് 100 അല്ലേ? അതിൻ്റെ ചട്ടിയുണ്ട്. ഇത് ചോറ് വാർക്കുന്ന മറ്റേ തിടുപ്പ് എന്ന് പറഞ്ഞ സാധനം. എത്ര ഇച്ചിന്? 80. ഇത് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് ഇതാക്കുന്നത്. എന്താ ഒരാൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എന്താ പറയല്? അടിച്ചട്ടിയല്ല? ശരി. അപ്പോൾ അവർ നമുക്ക് ആരെങ്കിലും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്ന് ഹെൽപ്പാക്കി തന്നപ്പോൾ ഇത് അടിച്ചട്ടി എന്ന് പറഞ്ഞ സാധനം. ഇപ്പം നിങ്ങൾക്ക് ഇത് അറിയാത്തുണ്ടാവില്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏകദേശം അല്ലേ? ഇതറിയാത്ത ലേഡീസിനെല്ലാം ഇത് അറിയാതിരിക്കില്ല ഈ സാധനം. ഇത് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഫൈനലി ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ഇപ്പോൾ പിന്നെ ടെമ്പിളിൻ്റെ അടുത്ത് അടൂർ ടെമ്പിളിൻ്റെ അടുത്തെല്ലാം പോയിട്ട് തിരിച്ചിട്ട് വരുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പിന്നെ ഈ അടൂർ ബസ് സ്റ്റാൻഡ് കടന്നിട്ടാണല്ലോ അമ്മ അങ്ങോട്ട് പോയത്. തിരിച്ചിട്ട് വരുമ്പോൾ ഇവിടെ നല്ല ഫ്രഷായിട്ട് കാണുന്നത്. ഒരുപാട് വണ്ടിയിൽ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് നിലവിൽ. പക്ഷേ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഗുരുജി മോട്ടോഴ്സിൻ്റെ സർവീസ് ഇവർക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ സുള്ളിയം പോകുന്ന ബസ്. സുള്ളിയം ഭാഗത്തോട്ട് പോകുന്ന ബസ് ഇത്. അപ്പോൾ സുള്ളിയ നിയർ ഫയർ സ്റ്റേഷൻ. അപ്പോൾ അതിലെല്ലാം അത്യാവശ്യം പിള്ളമാരെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. സ്കൂൾ ഹോൾഡർമാർ ഇതിപ്പോൾ അതിൽ
ഇത് ഏത് ഭാഗത്തോട്ട് പോകുന്നിപ്പം? കുറ്റിക്കോല്, കാഞ്ഞങ്ങാട് കുറ്റിക്കോൽ, പാണ്ടി, അടൂർ, പെരിയ, വെള്ളിക്കോത്തല്ല, വെള്ളിക്കൊത്ത്. ഈ പെരിയത്തടുക്കല്ല, ഈ പെരിയ അങ്ങോട്ട് ആവാത്തന്നെ പോകുന്നു കാഞ്ഞങ്ങാട് ഭാഗത്ത്. ചിലപ്പോൾ ഈ പാണ്ടിയിലോട്ട് പോകാൻ വഴിയുണ്ടാവും. ഇല്ല, ഇതെവിടെ പോകുന്ന ചേട്ടാ? കുറ്റിക്കോലാ? ശരി. എത്ര എനിക്ക് ഇത് വീട്ടിൽ? 1.5. ഇത് പാണ്ടിയിലോട്ട് തോന്നിയാ? പാണ്ടിയിൽ. കുറ്റിക്കോലൊക്കെ എത്ര ചാർജ് ഈടാക്കുന്നു? 18 രൂപ. ഏട്ടൻ്റെ പേര് തന്നെയാ? പാണ്ടി. ഇപ്പോൾ ഇത് കുറച്ച് സമയം ഉണ്ടാവും അല്ലേ? കുറച്ച് സമയം ഉണ്ടാവും. ബസ് നിർത്ത്, കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രൈവർമാരെല്ലാം അവിടെ പോയി. ചാനലിൻ്റെ പേര് മൈ ട്രാവൽ ക്യാമ്പിംഗ്. അതല്ല, ആളില്ലാതെ ക്യാൻസൽ. ആളില്ലാതെ ക്യാൻസൽ. എന്താ ഏട്ടൻ്റെ പേരെന്ത്? എൻ്റെത് വെങ്കപ്പ. വെങ്കപ്പ. വെക്കപ്പ. ഇവിടെ എടുത്തോളം വന്നെയാ? ഞാൻ എടുത്തോളം വന്നേ.